സ്വാമി ശരണമയ്യപ്പ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസം മുമ്പാണല്ലോ ശബരിമല നട തുറന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ജനം TV ഒരുമാതിരി തീവ്രവാദി ആക്രമണം പോലെയാണ് അവർ പെരുമാറുന്നത്. ശബരിമലയിൽ ഭയങ്കര തിരക്ക്, ആൾക്കാർ തിക്കും തിരക്ക്. അതായത് അവർ നല്ല വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതെ പ്രശ്നങ്ങളുള്ള വീഡിയോസ് മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഒരു TV ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ജനം TV സ്വതവേ കാണാറില്ല, പക്ഷെ ഇന്നലെ എന്തോ ഒരു യാദൃശ്ചികമായിട്ട് യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടതാണ്. ആ വീഡിയോ ഞാൻ അധികൃതരുടെ വീഴ്ചയിൽ ഭക്തരും അമർഷത്തോടെയാണ് പ്രതികരിച്ചത്. ആദ്യം ആ പ്രതികരണങ്ങളിലേക്ക് പോകാം. ജീവിതത്തിൽ ഇനി ഞാൻ ശബരിമലയ്ക്ക് വരില്ല. അത്രയും മനസ്സിൽ നൊന്നുണ്ട്. അതേപോലത്തെ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആ പിശാചുകളെ ഇല്ലാണ്ടാക്കണം, അല്ലാണ്ട് നന്നാവില്ല. ഞാൻ മനസ്സൊരുക്കി പറയുന്നതാ, അവർ നന്നാവില്ല. ആ വീഡിയോയിൽ പറയുന്നത് തന്നെ, ഞാൻ ഈ ശബരിമലയിൽ പോകില്ല. ആരെങ്കിലും നിർബന്ധിച്ചോ അവരോട് ശബരിമലയിൽ പോകാൻ? എന്തിനാണ് ദേവസ്വത്തിനെ ഇതിൽ അവർ കുറ്റം പറയുന്നത്? ഈ വിർച്വൽ ക്യൂ എന്നൊരു സംഭവം രജിസ്റ്റർ ചെയ്തിട്ട് തോന്നിയ സമയത്ത് കയറി വരാൻ വേണ്ടിയിട്ടുള്ളതാണോ? പറഞ്ഞു വിടാനോ നമുക്ക് സംവിധാനം ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പം അതുകൊണ്ട് അവരെടുത്ത് അത് ക്രമീകരിച്ചിട്ട് നമ്മളിപ്പോൾ അവരോട് പറയാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ വെർച്വൽ ക്യൂ ബുക്കിംഗ് കഴിഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നാളെ പറ്റും എന്ന് പറഞ്ഞ് നിലയ്ക്കൽ അവരെ ഹോൾഡ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് നമ്മൾ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ കേന്ദ്രങ്ങൾ നിലയ്ക്കലേക്ക് മാറ്റുകയാണ്. ആ മാറ്റുന്നതനുസരിച്ച് അവിടെ ആൾക്കാർ വന്ന് ക്രമാനുസൃതമായി തന്നെ ഈ ദർശനത്തിന് വരും എന്ന് പ്രതീക്ഷിക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം ഇന്നലെ ഞാൻ ഒരു പോലീസുകാരനെ സഹകരിക്കുമ്പോൾ കണ്ടെച്ച കൃത്രിമ കാലിലോട്ട് ഒരാൾ കയറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരാൾ വന്നു കഴിയുമ്പോൾ നമ്മൾ 1 മിനിറ്റിൽ 80 എന്ന് പറയുന്നത് നേരെ 40ലേക്ക് പോവാണ്. ഈ ക്യൂ രജിസ്റ്റർ ചെയ്തെങ്കിൽ ഈ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തെങ്കിൽ ആ ഡേറ്റിനാണ് നിങ്ങൾ എത്തേണ്ടത്, അല്ലാണ്ട് നിങ്ങളുടെ സൗകര്യം നോക്കിയിട്ടല്ല നിങ്ങൾ വരേണ്ടത്. അതാണ് ഒന്നാമത്തെ ഈ തിരക്കിനുള്ള മെയിൻ കാരണം. പിന്നെ ഓരോരുത്തർ ബുക്ക് ചെയ്യാണ്ട് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ബുക്ക് ചെയ്യാണ്ട് വരുന്നവരെയൊക്കെ കയറ്റുമ്പോൾ കയറ്റിയില്ലെങ്കിൽ വീണ്ടും നിങ്ങൾ ദേവസ്വക്കാരെയും പോലീസുകാരെയും കുറ്റം പറയും. ഇതിലെന്താണ് ദേവസ്വം ചെയ്തത്? ആൾക്കാരെ കയറ്റിവിടുമ്പോൾ ഈ ശബരിമല അമ്പലത്തിൽ ഒരു പരിധിയുണ്ട് ആൾക്കാരെ കയറ്റിവിടാൻ. ഓരോരുത്തരും നടന്ന് വരുമ്പോൾ സമയം കുറിച്ച് അങ്ങോട്ട് ലാഗ് വന്നിട്ട് അവരവിടെ സ്റ്റക്കായി പിന്നെ പിറ്റേ ദിവസം വിരിവിരിച്ച് ആ നെയ്യഭിഷേകം കഴിഞ്ഞിട്ടേ ആൾക്കാർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതിൽ ദേവസ്വം എന്തൊരു തെറ്റാണ് ചെയ്തത്? പക്ഷെ ദേവസ്വത്തിൻ്റെ ഭാഗത്ത് ഇത്രയും അധികം ഫണ്ട് വരുന്ന ഒരു അമ്പലമായിട്ട് വിരിവിരിക്കാനായിട്ടുള്ള സൗകര്യം അവർ ഒരുക്കി കൊടുക്കണം. അത് അവർ പക്ഷേ ഈ തിക്കും തിരക്കും നിയന്ത്രിക്കാൻ ദേവസ്വത്തിനൊരു പരിധിയുണ്ട്. ആരെങ്കിലും പറഞ്ഞോ നിങ്ങളോട് വൃശ്ചികം 1 തന്നെ പോകണമെന്ന്? വൃശ്ചികം കഴിഞ്ഞിട്ട് ഇനി നട തുറന്നുകൊണ്ടിരിക്കുന്ന സമയമല്ല, നിങ്ങൾക്ക് അപ്പോൾ പോയാൽ പോരെ? നിങ്ങൾ തന്നെ തിരക്കിനുള്ള ഒരു കാരണമുണ്ടാക്കുകയും നിങ്ങൾ തന്നെ തിരക്കിന് വേണ്ടി തിക്കും തിരക്കിൻ്റെ ഇടയിൽ കയറുകയും രജിസ്റ്റർ ചെയ്യാത്ത ദിവസത്തിൽ കയറി വരികയൊക്കെ ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇതൊരു അമ്പലമാണ്. നിങ്ങളൊരു ഇത്രയും അധികം വ്രതമെടുത്ത് 41 ദിവസത്തെ വ്രതമെടുത്ത് അമ്പലത്തിൽ വന്നിട്ട് നിങ്ങൾ അമ്പലത്തിൽ യൂസ് ചെയ്യുന്ന വാക്കാണോ അവിടെ യൂസ് ചെയ്യുന്നത്? അയ്യപ്പനെ കാണണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മാത്രം പോരാ, അയ്യപ്പനും കൂടി വിചാരിക്കണം. അവിടെ അയ്യപ്പൻ നിങ്ങളെ കാണണമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം നിങ്ങൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ അത്ര ദുഷ്ടകരമായ വാക്കുകളല്ലേ. മനസ്സിൽ അയ്യപ്പൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ല. അതിൽ കണ്ട ആൾക്കാർ മാല പമ്പയിൽ ഊരിയിട്ടിട്ട് പോകുന്നു. പിന്നെ എന്തിനാണ് അവർ 41 ദിവസം വ്രതം എടുത്തത്? പമ്പയിൽ ഊരിടാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം അയ്യപ്പന് വേണ്ടി മാറ്റിവെക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ മറ്റുള്ള അമ്പലങ്ങളിൽ 15 മണിക്കൂറും തിരുപ്പതിയിലൊക്കെ 15, 16, 17, 28 മണിക്കൂറൊക്കെ ക്യൂ നിൽക്കുമ്പോൾ നിങ്ങൾക്കില്ലാത്ത പ്രശ്നം ശബരിമലയിൽ വന്ന് ചാനൽക്കാരുടെ മുമ്പിൽ നിങ്ങൾ ഓളിയിടുന്നത് എന്തിനാണ്? ഈ അമ്പലത്തിൽ തിരക്കുണ്ടാകുമെന്ന് അറിഞ്ഞിട്ടാണല്ലോ നിങ്ങൾ വ്രതമെടുത്ത് പോകുന്നത്. അയ്യപ്പനെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കൂ. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അയ്യപ്പൻ മാറ്റിത്തരും. സ്വാമി ശരണമയ്യപ്പ.